കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഏറ്റുമാനൂർ വെസ്റ്റ് യൂണിറ്റ് സമ്മേളനം നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്നു. സമിതി ജില്ലാ ട്രഷറർ അബ്ദുൽ സലീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളുടെ വിവിധങ്ങളായ വിഷയം, GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ വഴിയോര കച്ചവടം, അങ്ങനെ വ്യാപാരികളെ സംബന്ധിക്കുന്ന ഓൺലൈൻ വ്യാപാരം, അങ്ങനെ പല പല വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു സമരം നമ്മൾ നടത്തി. അതും ഏറ്റുമാനൂരിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഏറ്റുമാനൂർ ആ ജാഥയ്ക്ക് സ്വീകരണം നൽകിയിട്ടുണ്ട്. ഏറ്റുമാനൂരിലേക്ക് നമ്മുടെ രാജ്യത്ത് ഏകദേശം 5 കോടിയോളം വ്യാപാരികളാണ്, ചെറുകിട വ്യാപാരികൾ ഏകദേശം ഉണ്ട്. 5 കോടിയോളം വ്യാപാരികൾ. രാജ്യത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞാൽ വ്യാപാരികളുടെ ഒരു വരുമാനമാണ്, അല്ലേ? നമ്മുടെ വ്യാപാരികളില്ലാത്ത ഒരവസ്ഥ ആലോചിച്ച് നോക്കി. ഇന്ന് ഏത് തൊഴിലാളികൾക്കും വ്യാപാര സ്ഥാപനങ്ങളുള്ള തൊഴിലുണ്ടാകുന്നില്ലേ? നമ്മുടെ അങ്ങാടികളിൽ പണിയെടുക്കുന്ന ചുമട്ട് തൊഴിലാളികളടക്കം, അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർ, നാഷണൽ പെർമിറ്റ് ലോറികളുള്ളവർ, ഗുഡ്സ് വാഹനങ്ങൾ, ഇവരെല്ലാം കുടുംബം കഴിയുന്നത് ഈ പറയുന്ന വ്യാപാരികളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം കൂടെ ഒരു ചെയിൻ പോലെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. യൂണിയൻ പ്രസിഡന്റ് ജോമൻ ജോസഫ് അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി MP രാധാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടന ഏരിയ സെക്രട്ടറി MK സുഗതൻ, മറ്റു സംഘടനാ ഭാരവാഹികളായ ഫെലിക്സ് മാനിയത്ത്, ES ഷിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ നഗരസഭാ ഉപാധ്യക്ഷ പുഷ്പ വിജയകുമാർ ആദരിച്ചു. പ്രമുഖ വ്യവസായി ഫിലിപ്പ് ജോസഫ് മണിയാലിനെ ചടങ്ങിൽ ആദരിച്ചു.